ജൂൺ 7 ന്യൂമിനിസ്റ്ററിലെ വിശുദ്ധ റോബർട്ട്. 1139 ഇംഗ്ലണ്ടിൽ കർക്കശമായ ബെനഡിക്റ്റൈൻ നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ച 13 സന്യാസികളെ ബലം പ്രയോഗിച്ച് യോർക്കിൽ സെന്റ് മേരീസ് ആശ്രമത്തിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി. അന്ന് റോബർട്ട് വിറ്റ്ബി ആശ്രമത്തിലായിരുന്നു. അദ്ദേഹവും ബഹിഷ്കൃതരായ സന്യാസികളുടെ ഗണത്തിൽ ചേർന്നു. പുല്ലുമേഞ്ഞ ഒരു പുരയിൽ അവർക്ക് തീവ്ര ശൈത്യകാലത്ത് ജീവിക്കേണ്ടി വന്നു. വസന്തകാലത്ത് അവർ ക്ലെയർവോയിൽ വിശുദ്ധ ബെർണാർദിന്റെ ശിഷ്യരോടുകൂടെ താമസിച്ചു. ഇവരുടെ പരിശുദ്ധ ജീവിതം കണ്ട് യോർക്കിലെ പ്രഭുവായ ഹ്യൂഗ് തന്റെ സമ്പത്ത് മുഴുവൻ അവർക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ ഫൗണ്ടൻസ് ആശ്രമം ആരംഭിച്ചു. അവിടുത്തെ സന്യാസികളുടെ സന്മാതൃക കണ്ട് സന്തുഷ്ടനായി മേർപെത്തു പ്രഭു റെയ്നോൾഫ് നോർത്തംബർലൻഡിൽ ഒരാശ്രമം നിർമ്മിച്ചു. അതിന് ന്യൂമിനിസ്റ്റർ ആശ്രമം എന്ന് പേരിട്ടു. ഫാദർ റോബർട്ട് പ്രസ്തുത ആശ്രമത്തിലെ ആബട്ടായി. ആബട്ട് റോബർട്ടിന്റെ മാതൃകാപരമായ ജീവിതം അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന സന്യാസികളെ പരിപൂർണതയിലേക്ക് ആനയിച്ചു. ഭക്ഷണമുറിയിലെ അദ്ദേഹത്തിന്റെ വ്യാപാരം മതിയായിരുന്നു അപരരെ ആശാനിഗ്രഹം അഭ്യസിപ്പിക്കാൻ. ഒരു ഉയിർപ്പു തിരുനാൾ ദിവസം നോമ്പിലെ തപസ്സുകൊണ്ട് ഭക്ഷണത്തിന് രുചി തോന്നാതായപ്പോൾ സ്വൽപ്പം റൊട്ടി തേനിൽ മുക്കി ഭക്ഷിക്കാമെന്ന് അദ്ദേഹം വിചാരിച്ചു. എന്നാൽ സമയമായപ്പോൾ അതും വേണ്ടെന്ന് വച്ചു. അപരർക്ക് അത് ദുർമാതൃകയാകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഭയം. അങ്ങനെ ക്ഷീണിതനായിത്തീർന്ന ആബട്ട് റോബർട്ട് 1159 ഈ ലോകവാസം വെടിഞ്ഞു. വിചിന്തനം: സുകൃതങ്ങൾ അഭ്യസിക്കണമെന്ന് യുക്തിയും പാരമ്പര്യവും സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ അനുഭവം കൊണ്ടേ യഥാർത്ഥാഭ്യാസം നാം ഗ്രഹിക്കുന്നുള്ളൂ. അതിനാലത്രേ സന്മാതൃകയ്ക്ക് യുക്തിയേക്കാൾ കൂടുതൽ മാനസാന്തര ശക്തിയുണ്ടെന്ന് പറയുന്നത്. ജൂൺ 7 വാഴ്ത്തപ്പെട്ട അന്ന. കർമ്മല സഭയുടെ നവീകരണത്തിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ആത്മമിത്രവും സഹകാരിണിയുമായ വാഴ്ത്തപ്പെട്ട അന്ന 1549 ഒക്ടോബർ 10 സ്പെയിനിലുള്ള ആവിലായിൽ ജനിച്ചു. 1570 അമ്മ ത്രേസ്യ ആരംഭിച്ച നവീകരണ